വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ് വീൽസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ സ്നാക്കായിട്ടുള്ള ഇറാനി പോളയുടെ റെസിപ്പി കൊണ്ടാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇറാനി പോള. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനൊരു 350-400 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മസാല ചിക്കനിലിപ്പോൾ ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ആവശ്യത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അതിൻ്റെ മീറ്റൊക്കെ ഒന്ന് നുള്ളി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ എന്നിവ കൂടി ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത്രയും കട്ടി ഉണ്ടാകും. ഇതാണ് നമ്മൾ ഇറാനി പോളിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇറാനി പോളിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചിക്കൻ പൊരിച്ചു വെച്ചിരുന്ന ഓയിൽ ഉണ്ടായിരുന്നു. അതിലേക്ക് 2 ഉള്ളി ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ആദ്യം. ഞാനിപ്പോൾ ഈ ഉള്ളി താളിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിടുന്നുണ്ട്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോവാതിരിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇത് 3 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു പോർഷൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൻ്റെ അടിയിൽ ഒരു പഴയ പാൻ കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഒരു 50% വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫില്ലിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അരികിലേക്കായിട്ട് ഇട്ട് കൊടുക്കരുത്. സെൻറ്ററിലാക്കിയിട്ട് വേണം ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന ബാറ്ററിൻ്റെ ബാക്കി പകുതി കൂടി ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
ഞാൻ ഒരു ചെറിയൊരു ഡെക്കറേഷനൊക്കെ പോലെ ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ചെയ്യണത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. അപ്പം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇല്ലായിരുന്നോ, അതിൻ്റെ നുള്ളിയെടുത്തതിൻ്റെ മീറ്റ് മാത്രം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന നേരത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത്രയുള്ള നമ്മളെ പോളയുടെ പരിപാടികൾ. ഇന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞു. ഇതാ മുടി തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതേപോലെ മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഇറാനി പോള തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ ഇട്ടതുകൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.